അതുപോലെ പറഞ്ഞു ഇത് ഉൽപാദനക്ഷമമല്ല, ഇത് കൊടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല, ഇത് ഉൽപാദനക്ഷമമല്ല, പ്രൊഡക്റ്റീവ് അല്ല, അതുകൊണ്ട് ഇത് കൊടുക്കാൻ വേണ്ടി പാടില്ല എന്ന് അന്ന് UDF പറഞ്ഞിട്ടുണ്ട്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സർക്കാരിന്റെ ഔദാര്യമല്ല, അധ്വാനിക്കുന്ന ജനങ്ങളുടെ അവകാശമാണെന്ന പ്രഖ്യാപനവുമായി KSKTU വയോജനങ്ങളെയും രോഗികളെയും ബുദ്ധിമുട്ടിക്കുന്ന പെൻഷൻ പരിഷ്കരണ നടപടികൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് KSKTU പെരിന്തൽമണ്ണ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കേരളത്തിൽ പെൻഷൻ എന്ന ആശയം ആരംഭിക്കുന്നത് കർഷക തൊഴിലാളികൾക്കായുള്ള പെൻഷനിലൂടെയാണ്. 1982 EK നായനാർ മന്ത്രിസഭയുടെ കാലത്ത് 45 രൂപ പെൻഷനായി ആരംഭിച്ച പദ്ധതി പിന്നീട് വിവിധ ഘട്ടങ്ങളിലായി വിപുലപ്പെട്ടു. ഇന്ന് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിന്റെ പ്രധാന ആശ്രയമാണ്. വയോജനങ്ങൾക്കും കർഷക തൊഴിലാളികൾക്കും മറ്റ് അർഹരായ ഗുണഭോക്താക്കൾക്കും മരുന്നിനും ചികിത്സയ്ക്കും നിത്യച്ചിലവുകൾക്കും ഈ തുക വലിയ ആശ്വാസമാകുന്നു. എന്നാൽ പെൻഷൻ ഗുണഭോക്താക്കൾ ബാങ്കിലെത്തി പെൻഷൻ വാങ്ങണമെന്ന UDF സർക്കാരിന്റെ നിലപാടാണ് ഇപ്പോൾ പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുന്നത്. ഈ തീരുമാനത്തിനെതിരെയും പെൻഷൻ കൃത്യമായി ലഭ്യമാക്കണമെന്ന ആവശ്യവുമായാണ് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ രംഗത്തെത്തിയത്. ഇതിന്റെ ഭാഗമായി KSKTU പെരിന്തൽമണ്ണ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് നഗരം ചുറ്റി വില്ലേജ് ഓഫീസിന് സമീപം സമാപിച്ചു. തുടർന്ന് കോടതിപ്പടിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം CPIM സംസ്ഥാന കമ്മിറ്റി അംഗം VP സാനു ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ സർക്കാരിന്റെ ഔദാര്യമല്ലെന്നും കേരളത്തിലെ ജനങ്ങളുടെ അവകാശമാണെന്നും അദ്ദേഹം പറഞ്ഞു. പെൻഷൻ തുകയെ ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന തീരുമാനങ്ങളിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കള്ളുകുടിക്കാനുള്ള പണം കൊടുക്കുകയാണ് എന്നാണ് പെൻഷനെ അന്ന് അധിക്ഷേപിച്ചത്. അതുപോലെ പറഞ്ഞു ഇത് ഉൽപാദനക്ഷമമല്ല, ഇത് കൊടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല, ഇത് ഉൽപാദനക്ഷമമല്ല, പ്രൊഡക്റ്റീവ് അല്ല, അതുകൊണ്ട് ഇത് കൊടുക്കാൻ വേണ്ടി പാടില്ല എന്ന് അന്ന് UDF പറഞ്ഞിട്ടുണ്ട്. ആ നിലപാട് എക്കാലവും UDF ഈ പെൻഷനോട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കാരണം അതുകൊണ്ടാണ് ആ 45 60 രൂപയാക്കാനും 100 രൂപയാക്കാനും ഒക്കെ EK നായനാർ വേണ്ടി വന്നു. പിന്നീട് 96 അധികാരത്തിൽ വന്നപ്പോൾ ആ 100 രൂപയിൽ നിന്ന് 500 രൂപയാക്കാൻ DS സർക്കാർ വേണ്ടി വന്നു. 2006 മുതൽ 11 വരെ ഭരിച്ചപ്പോൾ ആ 11 മുതൽ 16 വരെയുള്ള കാലത്ത് 100 രൂപയാണ് അധികമായിട്ട് കൂട്ടി 600 രൂപയാക്കി. ആ 600 രൂപ ഉണ്ടായിരുന്ന ഏതാണ്ട് 18 മാസം കുടിശ്ശികയാക്കി വെച്ചിരുന്ന പെൻഷൻ കൃത്യമായി കൊടുത്ത് അത് 2000 രൂപയാക്കിയിട്ടാണ് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ ഒഴിഞ്ഞത്. ആ സമയത്ത് പെൻഷനെ കുറിച്ച് എന്താ പറഞ്ഞത്? നിലമ്പൂർ ഇലക്ഷൻ നടക്കുകയാണ്. ആ സമയത്ത് പെൻഷൻ കൊടുത്തു. ആ പെൻഷൻ കൊടുത്തപ്പോൾ പറഞ്ഞത് കൈക്കൂലി കൊടുക്കുകയാണ്, കൈക്കൂലി കൊടുക്കുകയാണ് എന്നുള്ളതാണ് ആ പെൻഷനെ കുറിച്ച് അന്ന് കോൺഗ്രസിന്റെ നേതാവ് മൈക്ക് കെട്ടി പ്രസംഗിച്ചത്. അന്നേ നമ്മൾ പറഞ്ഞു ഇവര് വന്നാൽ ഈ പെൻഷൻ നിർത്തും. അപ്പൊ അവര് പറഞ്ഞു എന്താണ് പെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണമാണ്, നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, അത് 2000 രൂപ തരുന്നത് സർക്കാരിന്റെ ഔദാര്യമല്ല, ഇത് ഔദാര്യമാണ് എന്ന് ഇടതുപക്ഷം ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇത് ഔദാര്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടുള്ളത് UDF ആണ്. ഒരു കാലത്തും ഇത് ഔദാര്യമല്ല, ഇത് അവകാശമാണ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട്. കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം സരോജിനി അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ കമ്മിറ്റി അംഗം P ഷാജി, സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജയൻ, നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അലവി, നസീറ ടീച്ചർ, CPIM മുൻ ഏരിയ സെക്രട്ടറി മോഹൻ തുടങ്ങിയവർ സംബന്ധിച്ചു. പെൻഷൻ ഗുണഭോക്താക്കൾ ബാങ്കിലെത്തി പെൻഷൻ വാങ്ങണമെന്ന സർക്കാർ നിലപാടിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് KSKTUവിന്റെ തീരുമാനം. പെൻഷൻ അവകാശം സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി സമരപരിപാടികൾ തുടരുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. ചാനൽ 10 പെരിന്തൽമണ്ണ. It's my light, it's my shine, it's beautiful.
Nature's masterpieces crafted in natural diamond jewelry. Malabar Gold and Diamonds presents Nuva, nature's finest creations.